വിവാദമായ വന നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ സർക്കാർ എതിർപ്പുയർന്ന വകുപ്പുകൾ പുനഃപരിശോധിക്കാൻ ആലോചന 31-ന് അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷമായിരിക്കും തിരുത്തൽ നടപടികൾ. ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത മങ്ങി. വ്യക്തിപരമായ പിടിവാശിയില്ലെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. കരട് നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനമെങ്ങും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് തിരുത്തൽ നടപടികൾക്ക് സർക്കാർ തയ്യാറായത്. പ്രതിപക്ഷവും വിവിധ സഭാ നേതൃത്വങ്ങളും ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. അറസ്റ്റിനും വാറണ്ടില്ലാത്ത പരിശോധനയ്ക്കും ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന കരട് ബില്ലിലെ സെക്ഷൻ 63, 52 വ്യവസ്ഥകൾ പുനഃപരിശോധിക്കപ്പെടും. ഈ വകുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടാനാണ് സാധ്യത. വിമർശനം നേരിടുന്ന മറ്റ് വ്യവസ്ഥകളിലും ഇളവുകൾ നൽകും. ഡിസംബർ 31-ന് അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷമായിരിക്കും തിരുത്തൽ നടപടികൾ തുടങ്ങുക. ഭേദഗതിയിൽ സർക്കാരിനും തനിക്കും പിടിവാശിയില്ലെന്നായിരുന്നു വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം. മാറ്റങ്ങൾ വരുത്താനല്ല പിന്നെ ഇതെന്തിനാ ചെയ്യുന്നത്? ഇതേപോലെ വള്ളിപുള്ളി തെറ്റാതെ അംഗീകരിക്കാനാണ് അല്ലല്ലോ. ഇതിന് ആശങ്ക ഒന്നുമില്ലെന്ന് വെച്ചാൽ നിയമസഭയിൽ ഭേദഗതി വരില്ലേ? ഓരോ അംഗത്തിനും ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? അപ്പോൾ അത് പല ഭേദഗതികളും നമ്മൾ സഭയിൽ സ്വീകരിക്കാറുണ്ട്, പലതും നമ്മൾ നിരാകരിക്കാറുണ്ട്. അത് അതിൻ്റെ ഒരു പ്രൊസീജിയറല്ലേ. അപ്പോൾ ഒരു മാറ്റവും വരുത്തില്ല എന്ന് അങ്ങനെ പറയാൻ പാടില്ല. ആവശ്യമായ മാറ്റങ്ങൾ ശരിയായ കാര്യങ്ങളാണെങ്കിൽ ഉൾക്കൊള്ളുന്നതിന് ഗവൺമെന്റിന് എന്താ കുഴപ്പം? വനനിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് നേരത്തെ എതിർപ്പ് അറിയിച്ചിട്ടുള്ളതായി പറയാൻ സാധിക്കില്ലെന്ന മന്ത്രിയുടെ പരാമർശവും ശ്രദ്ധേയമായി. നിലവിലെ സാഹചര്യത്തിൽ ജനുവരി 17-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.